ഹായ് ഗൈസ്, എല്ലാവർക്കും മേക്കെ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം മേക്കെ. അപ്പോൾ ഇന്ന് നമ്മളൊരു സദ്യ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ആദ്യം തന്നെ സാമ്പാറുണ്ട്. സാമ്പാറിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള പോലെയുണ്ട്. പക്ഷേ ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയാലേ പറയാൻ പറ്റൂ. കളറ് മാത്രം കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല ചോറ്, എന്തായാലും നല്ല സൂപ്പർ ചോറായിരുന്നു. അപ്പോൾ ഇതാ കിച്ചു ആ ചോറിന് കുഴിയൊക്കെ കുഴിച്ച് കിണറൊക്കെ ആക്കുന്നുണ്ടായിനി. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ബീട്രൂട്ട് തോരനാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ വെളുത്ത കറി, കാളനോ അങ്ങനെ എന്തോ അല്ലേ നിങ്ങളിതിന് പറയുക. പിന്നെ വന്നിട്ടുള്ളത് മോരാണ്. മോര് നല്ല നാടൻ മോരാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ രസമുണ്ട്, പുളിശ്ശേരി ഉണ്ട്, നല്ല പുളിശ്ശേരി, അവിയലുണ്ട്, മാങ്ങച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളതൊരു മധുരമുള്ള കറിയാണ്, പുളിയിഞ്ചി ഉണ്ട്. പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട്. 2 തരം അച്ചാറുണ്ട് കേട്ടോ, ഒന്ന് മാങ്ങച്ചാറും ഒന്ന് നെല്ലിക്ക അച്ചാറും. പിന്നെ വന്നിട്ടുള്ളത് പായസമാണ്. പായസം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ശർക്കര ഇട്ടിട്ടുള്ള ഒരു വെള്ളം പോലത്തെ പായസമായിരുന്നു കേട്ടോ. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കിച്ചു നല്ല കുഴിയൊക്കെ ആക്കുന്നുണ്ട് സാമ്പാറൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കിച്ചൊരു ഇരിപ്പ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മൊത്തം കിച്ചു ഇരുന്ന് കഴിക്കുന്നു. നിങ്ങൾക്ക് കാണാം കേട്ടോ കിച്ചൊരു കഴിപ്പ്. അപ്പം ഇതാ ഒരു 10 തരം കറിയുണ്ട് എന്തായാലും. പക്ഷേ സാമ്പാർ മാത്രമേ വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ കറിയുള്ളൂ. ബാക്കിയൊന്നും ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല, സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, വെറുതെ പൈസ 250 രൂപയാണ് ഒരു ചോറിന് പൈസ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടിക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. അപ്പോൾ എല്ലാ കറിയിൽ നിന്നും കുറച്ച് എടുത്തിട്ട് കിച്ചൊരാഗ്രഹമായിരുന്നു സദ്യ വാങ്ങിക്കണം എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കോ. ബൈ ബൈ.